ഹലോ 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 ഗൈസ്. അപ്പൊ നമ്മൾ കോയമ്പത്തൂരിൽ പോയപ്പോൾ അപ്രതീക്ഷിതമായിട്ടൊരു ഹോട്ടലിൽ കയറിയതാണ്. പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്, അതായത് ഫുഡ് ഐറ്റംസ് ആണ്. പക്ഷെ ഞങ്ങൾക്കിത് അപ്രതീക്ഷിതമായിട്ടാണ് കിട്ടിയത്. ആദ്യം തന്നെ ഒരു സൂപ്പ് കൊണ്ടുവച്ചു, അതായത് നോൺ വെജ് വിരുന്ന് എന്നാണ് ഇതിൻ്റെ പേര്. അതുപോലെ ഒരു പ്രോൺസിൻ്റെ ഒരു അച്ചാർ കൊണ്ടുവന്നു, മുട്ട വെച്ചു, നമുക്കൊരു ആട്ടിൻ സൂപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല അപാര ടേസ്റ്റ് ആയിരുന്നു, സൂപ്പർ. അതുപോലെ ഈ വെച്ചത് രക്തപ്പൊരിയൽ എന്ന് പറയുന്ന സാധനമാണ്, അതായത് ആടിൻ്റെ രക്തവും കരളും ഒക്കെ കൂടി കൂട്ടിയിട്ട് ഒരു ഉപ്പേരി പോലൊരു സാധനം. അതെനിക്ക് ഒരു പ്രത്യേക ടേസ്റ്റൊന്നും തോന്നിയില്ല. പക്ഷേ ബാക്കി വരുന്ന ഈ ഒരു ഐറ്റംസൊക്കെ എന്തൊരു പൊളിയാന്ന് പറഞ്ഞാൽ പൊളി, അടിപൊളി. ഇത് മുട്ടക്കോഴി എന്ന് പറയുന്ന കോഴീൻ്റെ ഒരു ചെറിയൊരു റോസ്റ്റ് പോലൊരു കറി. ഇത് ഒരു നോർമൽ നല്ലൊരു ടേസ്റ്റ്, അതായത് ഒരു കുഴപ്പമില്ലാത്ത അടിപൊളി ടേസ്റ്റ്. പക്ഷെ പെപ്പർ ചിക്കൻ, ഈ വിളമ്പുന്ന പെപ്പർ ചിക്കൻ അടിപൊളി. അത് കഴിഞ്ഞ് ഈ നാട്ടുകോഴി, ഓഹോ, നാട്ടുകോഴി ഒരു രക്ഷയില്ല. അടുത്തത് മട്ടൻ ചാപ്സ് എന്ന് പറഞ്ഞാൽ മട്ടൻ ചാപ്സ് തന്നെ ആയിരുന്നു കേട്ടോ. അതായത് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഉണ്ടായിരുന്നു. അതുപോലെ ഈ വിളമ്പുന്നതാണ് കുടല് കറി. കുടല് എന്ന് പറഞ്ഞാൽ ആടിൻ്റെ ആണോ പോത്തിൻ്റെ ആണോ പൂച്ചേൻ്റെ ആണോ പട്ടീൻ്റെ ആണോ ഒന്നും ഞാൻ നോക്കിയില്ല. അടിപൊളി ടേസ്റ്റ്, സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ കൂടെ ഇത് ഒരാൾക്ക് മാത്രമേ ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മറ്റുള്ളവരൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷമാണ്, അവർ നോൺ വെജ് മീൽസാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അവർ അതിന് ഓർഡർ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വിളമ്പുന്നതാണ് തലക്കറി, അതായത് ആടിൻ്റെ അങ്ങാണ്ട് തലക്കറിയാണ്. അപ്പോൾ മറ്റുള്ളവർക്കൊക്കെ ടേസ്റ്റ് നോക്കാനൊക്കെ ഉപയോഗിക്കാം, അങ്ങനെ പാടില്ല. പക്ഷെ ഞങ്ങൾ കേരളത്തിൻ്റെ കേരളത്തിൽ നിന്നൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഞങ്ങളെ പ്രത്യേകം ഇഷ്ടപ്പെട്ടു തോന്നുന്നു. അതുകൊണ്ട് കഴിക്കാനൊക്കെ അനുവദിച്ചു. തലക്കറി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തലച്ചോറിൻ്റെ അങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തോന്നിയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോഴാണ് ചിക്കൻ ബിരിയാണി കൊണ്ട് വെച്ചത്. ചിക്കൻ ബിരിയാണിക്ക് നല്ലൊരു ചള്ളാസ് ഉണ്ടായിരുന്നു, ഒരു തൈരൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു ചള്ളാസ് ഉണ്ടായിരുന്നു. ചള്ളാസിന് പുറമെ ഒരു ചിക്കൻ്റെ ഗ്രേവി ഉണ്ടായിരുന്നു. അതുപോലെ മട്ടൻ്റെ ഗ്രേവി ഉണ്ടായിരുന്നു. ഞാൻ മട്ടൻ്റെ ഗ്രേവി അല്ല ഓർഡർ ചെയ്തത്, ഞാൻ ചിക്കൻ്റെ ഗ്രേവി ഓർഡർ ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോഴാണ് ഈ ഐറ്റം കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതാണ്. അപ്പോഴൊന്നും നിർത്തിയിട്ടില്ല ഇവർ, ഇനിയും വിളമ്പാനുണ്ട്. അതായത് കാട ഇനി വരാനുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു പെപ്സി, അതായത് കൊക്കക്കോള ഞങ്ങൾക്ക് ഫ്രീ കിട്ടിയിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ കാട, നെത്തോലി. ഇപ്പോൾ അതാ കണ്ടോ വിളമ്പിയത് നെത്തോലിയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നെത്തോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊരിച്ച് അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ വീണ്ടും തലക്കറിയും അതുപോലെ നാട്ടുകോഴിയൊക്കെ ഓർഡർ ചെയ്തു. അതായത് 2-3 ഐറ്റംസ് മാത്രമേ ഞങ്ങൾ ഓർഡർ ചെയ്തുള്ളൂ, കാരണം അത്രയും കഴിച്ച് തീർക്കാൻ പറ്റിയില്ല. കാരണം അൺലിമിറ്റഡ് ഫുഡാണ്. ഈ വിളമ്പിയതൊക്കെ അൺലിമിറ്റഡ് ആയിരുന്നു. കാരണം ഞങ്ങൾ വിശന്നപ്പോൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറാമെന്ന് വിചാരിച്ച് സൈഡാക്കി കയറ്റിയതാണ്. കയറിയതോ ഇങ്ങനൊരു അടിപൊളി സ്ഥലം. കോയമ്പത്തൂർ വരുന്നുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് കയറി കഴിച്ചു നോക്കൂ, അടിപൊളിയായിരിക്കും. നൻജോയ് വിരുന്തു എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ സ്ഥലം വരുന്നത് സിംഗനല്ലൂരാണ്. സിംഗനല്ലൂർ വേലൈ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.